നടൻ ശ്രീനിവാസന്റെ മരണ ദിവസം പിണറായി വിജയൻ വന്നപ്പോ ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി എണീറ്റ് നിന്നില്ല, റെസ്പെക്ട് ചെയ്തില്ല എന്ന ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഇന്ന് വന്നിരിക്കുകയാണ്. ഒരു സന്യാസിയുടെ ചെവിട്ടിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത. എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് വലിയൊരു സംശയമാണ് അല്ലെ. അതായത് മരണ വീട്ടിലേക്ക് വന്ന ഒരാളെ എന്തിന്, അത് കൂടാതെ അവിടെ മരണകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയോട്, ഒരു തന്ത്രിയോട് ഇറങ്ങി പോവാൻ പറയുന്ന ധ്യാൻ ശ്രീനിവാസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു എന്നുള്ള ഒരു സംശയമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സംഭവം ശരിയാണ്. പക്ഷെ തന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇനി പ്രധാനമന്ത്രി വന്നാൽ പോലും എണീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം അവിടെ സംഭവിച്ചു കിടക്കുമ്പോൾ അതിനേക്കാൾ വലുതൊന്നുമല്ല മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും, അത് എല്ലാവർക്കും അറിയാം. അതിന് തക്കതായ മറുപടി അന്ന് തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചില അന്തംഗമ്മികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ വിഷയത്തിൽ അങ്ങനെ ഒരു കമന്റ് ഇടുന്നതും അങ്ങനെ ഒരു തലക്കെട്ടോട് കൂടിയിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നതും എന്നുള്ളതാണ്. നേരെ തിരിച്ച് ഇവിടെ എന്ത് സംഭവിച്ചു, ഈ തന്ത്രിയോട് എന്തിനിത് ചെയ്തു എന്നുള്ളത് ആദ്യം ഞാൻ ആ തന്ത്രി ഒന്ന് കാണിച്ചു തരാം. സുനിൽസ്വാമിയുടെ. അപ്പോൾ ഈ സുനിൽസ്വാമി ആരാണ് ക്ഷണിച്ചത് എന്ന് എനിക്ക് അമ്പരപ്പായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രതിഭാധനനായ ആദർശ ശുദ്ധി മനസ്സിലുണ്ടായിരുന്ന ഒരു നടൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല ഈ സുനിൽ സ്വാമി. അപ്പോൾ ഈ സ്വാമിയെ അടിച്ച് വെളിയിലാക്കാൻ അപ്പോൾ കഴിയാതെ പോയതും ഒരുപക്ഷെ അവിടെ ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ പുറത്താക്കുന്നത് ശ്രീനിവാസൻ എന്ന സമൂഹത്തെക്കുറിച്ച് അറിയാവുന്ന ആൾ ദൈവങ്ങളെ എതിർക്കുന്ന ആൾ തന്നെയായിരിക്കും. അതത്രേ ഉള്ളൂ. ആൾ ദൈവങ്ങൾക്കെതിരെ ശക്തമായിട്ട് പല സിനിമകളിലൂടെയും അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ ലൈഫിലും അത് തന്നെയാണ്. ഇന്റർവ്യൂകൾ എടുത്തു നോക്കിയാലും കൃത്യമായി പറയുന്നുണ്ട്. ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തെ കുറിച്ച് അദ്ദേഹം വ്യക്തമായ ധാരണ ഉണ്ട് എന്നുള്ളതാണ്. മരണം വരെ അദ്ദേഹം അതിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സുനിൽ പറയുന്ന വ്യക്തിയെ സ്വാമി എന്ന് പിന്നെ എന്തിനാണ് ചേർത്ത് വിളിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല. സുനിൽ സ്വാമി അല്ല, സുനിൽ ഒരു ഫ്രോഡാണ് എങ്കിൽ സ്വാമി എന്ന് ചേർത്ത് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ധ്യാൻ ശ്രീനിവാസ് ഇയാളുടെ ചെവിട്ടില് ഇറങ്ങിപ്പോടാ എന്ന് പറയണമെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആള് ആ ദിവസം അവിടെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പ്രഹസനം എന്ന് തന്നെ പറയേണ്ടി വരും. അതൊന്ന് കാണാതെ. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേഖണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. അവിടെ മിണ്ടാതെ അനങ്ങാതെ നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസനെ കാണാനുണ്ട്. കാരണം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം തന്റെ അച്ഛൻ ഒരു ദൈവവിശ്വാസിയല്ല എന്നുള്ളത്. പിന്നെ ദൈവഹിതത്തെ കുറിച്ചിട്ടും ഈ മരണാനന്തര കർമ്മങ്ങളെ കുറിച്ചിട്ടും ആൾക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ വീട്ടുകാരെ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നു. കുടുംബക്കാരെ വിഷമിപ്പിക്കേണ്ട എന്ന ധാരണയിൽ നിൽക്കുകയാണെന്നുള്ളതാണ്. അവിടെ കൂടിയ ആളുകൾക്കും കുടുംബക്കാർക്കും ഇയാൾ ആരാണെന്ന് വ്യക്തമായ ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി സുനിൽ സ്വാമി എന്ന് പറയുന്ന ഈ ആസാമി എന്തായിരുന്നു, ഏതായിരുന്നു കൃത്യമായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ആരാണ് ഈ കർമ്മി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽദാസ്. നിരവധി കേസുകൾ സുനിൽദാസിനെതിരെയുണ്ട്. കേരള പോലീസും തമിഴ്നാട് പോലീസുമൊക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലിലും കിടന്നിട്ടുണ്ട് സുനിൽദാസ്. കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയെടുത്തത് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയായിരുന്നു. 3000 കോടി റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് വ്യാജ കത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത്. ഈ കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽദാസ്. വാര്യർ ഫൗണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ വാര്യരോട് 5.5 കോടി വാങ്ങി തിരിച്ചു കൊടുത്തിരുന്നില്ല. അതിൽ മുംബൈ കോടതിയിൽ നിന്നാണ് സുനിൽദാസ് ജാമ്യമെടുത്തത്. ഇങ്ങനെയുള്ള ആളുകളുടെ ചെവിട്ടില് പോയിട്ടല്ല വിളിക്കേണ്ടത്, മുഖത്ത് നോക്കി അടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു അല്ലെ. ഇമ്മാതിരി കൂതറയായിരുന്നോ ഈ നാറി? ഹൈവ അടിപൊളി. അവിടെയുള്ള ആളുകൾ അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ശ്രീനിവാസന്റെ ഫാമിലി പറഞ്ഞുകൊണ്ട് തന്നെയാണ് 24 ഇങ്ങനെ ഒരു വാർത്ത തന്നെ പുറത്തു വിടുന്നത്. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഫ്രോഡായിട്ടുള്ള ഒരു വ്യക്തി, ഞങ്ങൾക്ക് അയാൾ അറിയുക പോലുമില്ല, ക്ഷണിച്ചിട്ട് പോലുമില്ല, എന്നിട്ടും അവിടെ വന്ന് അവരെ ആ ഒരു കർമ്മത്തിനെ പോലും ഭംഗപ്പെടുത്തിക്കൊണ്ട് അയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾക്കാണ് 24നോട് ഇത് ന്യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. തീർന്നിട്ടില്ല, കുറച്ചുകൂടി വിശദീകരണം ഉണ്ട്.
കേരളത്തിലെ പ്രളയസമയത്ത് വാരിയർ ഫൗണ്ടേഷൻ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് 25 കോടിയുടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചെന്നായിരുന്നു മാധവ് വാര്യരോട് സുനിൽദാസ് പറഞ്ഞത്. തീയതി രേഖപ്പെടുത്താത്ത ചെക്ക് നൽകിയെങ്കിലും ഉടൻ ബാങ്കിൽ ഹാജരാക്കരുത് എന്നും ആവശ്യപ്പെട്ടു. പുരസ്കാര തുകയ്ക്ക് വായ്പയെടുക്കാൻ തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കാൻ 5.5 കോടി വേണമെന്നും മാധവ് വാര്യരോട് സുനിൽദാസ് പറഞ്ഞു. സുനിൽദാസിന് പണം നൽകിയെങ്കിലും ചെക്ക് പാസ്സായില്ല. ഈ തട്ടിപ്പിലാണ് മുംബൈയിലെ കേസ്. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന് അവകാശപ്പെട്ട് 157 കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. സത്യസായി സേവാസമിതിയിലായിരുന്നു തുടക്കം. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. നടി ശ്രീവിദ്യയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കി എന്ന ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. പ്രമുഖരെ മുതലമടയിലെത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്. പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ പോലും തട്ടിപ്പിന് മറയാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം അവതാരങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കാതിരിക്കുക. ആദ്യം ശ്രീകണ്ഠൻ നായരോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വാർത്ത വായിക്കുന്ന ആളുണ്ടല്ലേ അവതാരകൻ, സത്യത്തിൽ അയാളെ പ്രൊമോഷൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എന്താ ഇങ്ങനെ ഒരു പൂരപ്പറമ്പിലൊക്കെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഗൗരവമുള്ള ഒരു കാര്യത്തിനെ ഒരു പരസ്യം ചെയ്യുന്ന പോലെ പറഞ്ഞു എന്നുള്ളതാണ്. ധ്യാൻ ശ്രീനിവാസ് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യം ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കനീഭവിച്ച് ഇല്ലാതായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ് അയാളുടെ ചെവിയിൽ പോടാ എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിളി ചെവിയിൽ മുഴങ്ങിയിട്ടും ഈ സുനിൽസ്വാമി ഇറങ്ങിപ്പോകില്ല. കാരണം സുനിൽസ്വാമിക്ക് അവിടെ നിൽക്കാൻ സുനിൽസ്വാമിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ. സുനിൽ സ്വാമി അല്ല ചേട്ടാ, സുനിൽ ആസാമി എന്ന് വിളിക്കേണ്ടി വരും. അത്രമാത്രം കേസിലെ പ്രതി, ഒരുപാട് പണം തട്ടിച്ച കേസിലെ പ്രതി, ഒരു കൂതറ. ഈ കൂതറയൊക്കെ വന്നിട്ട് ഈ പരിപാടിയുടെ മുങ്ങിൽ നിന്നെങ്കിൽ ആ മരണപ്പെട്ട ഭൗതിക ശരീരത്തിനെ പോലും അവഹേളിച്ചു എന്നുള്ളതാണ്. ആൾക്കെതിരെ കേസ് കൊടുക്കാനാണ് ശരിക്ക് ഇവരൊക്കെ മുതിരേണ്ടത് എന്നുള്ളതാണ്. ധ്യാൻ ശ്രീനിവാസ് കൃത്യമായത് മനസ്സിലാക്കുകയും അയാളുടെ ചെവിട്ടിൽ അത് പറഞ്ഞിട്ട് പോലും ആ മാറി അവിടെ നിന്ന് എവിടെയും പോയില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ തൊലിക്കെട്ടി അപാരം തന്നെ കേട്ടോ, അപാരം തന്നെ. എന്ത് ചെയ്യാനാണ്, സെലിബ്രിറ്റികളൊക്കെ മരണപ്പെടുമ്പോ ഈ ക്യാമറയും മൊബൈൽ ഫോണുകളും കുത്തിപ്പിടിച്ച് ചെല്ലുന്ന ഒരു കൂട്ടം ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. അത് പല തലക്കെട്ടോട് കൂടിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ തലക്കെട്ട് വെച്ച് വിൽപ്പന നടത്തുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൂതറയും കൂടി. കൊള്ളാം, ധ്യാന് പറയേണ്ടത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി വന്നപ്പോ എണീറ്റ് നിന്നില്ല, ബഹുമാനം കാണിച്ചില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെ നിലവാരം എത്രത്തോളം അധപ്പതിച്ചതാണെന്ന് ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.